ഭക്ഷ്യവസ്തുക്കളിലെ കീടനാശിനി. കേന്ദ്രത്തിന് നോട്ടീസ്. 2024 മെയ് 18 ശനിയാഴ്ചയിലെ മാതൃഭൂമിയിലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത. ന്യൂഡൽഹി: വിളകളിലും ഭക്ഷ്യവസ്തുക്കളിലും കീടനാശിനികളുടെയും മറ്റ് രാസവസ്തുക്കളുടെയും അമിതോപയോഗം മരണത്തിന് കാരണമാകുന്നു എന്നാരോപിച്ചുള്ള ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കും നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസ് വേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. അനിത ഷേണോയ് എന്ന് പറഞ്ഞ ഒരു സീനിയർ അഡ്വക്കേറ്റ് ഈ കേസ് നൽകിക്കൊണ്ട് കോടതിയിൽ പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് കീടനാശിനികൾ കൊണ്ട് നിരവധിയായ മരണങ്ങൾ നടക്കുന്നു എന്നാണ്. രോഗങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ന് ഈ പെരുകുന്ന ക്യാൻസറിൻ്റെ പിന്നിൽ 2 തരം കീടനാശിനികളാണ്. ഒന്ന്, സസ്യങ്ങളുടെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മരുന്നായ കീടനാശിനികൾ. രണ്ടാമത്തേത്, മനുഷ്യന്റെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന കീടനാശിനികളായ ഇംഗ്ലീഷ് മരുന്നുകൾ. ഈ 2 തരത്തിലുള്ള വിഷകെമിക്കലുകളും നിരവധിയായ രോഗങ്ങൾക്ക്, അസ്വസ്ഥതകൾക്കും കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടുള്ള അവയവനാശത്തിന്, ക്യാൻസറിന്, പിന്നെ ദുരിത മരണത്തിന് ഇടയാക്കുന്നുണ്ട്. അത് ഭയാനകമായൊരു സംഖ്യയാണ്. ആ മരണങ്ങളിൽ നമ്മുടെ ആരോഗ്യ വകുപ്പിനോ ലോക അനാരോഗ്യ സംഘടനയ്ക്കോ നമ്മുടെ നാട്ടിലെ ചില ഗർജിക്കുന്ന വിദഗ്ധന്മാർക്കോ യാതൊരു കുഴപ്പമില്ല. നമ്മൾ പൊറോട്ട കഴിക്കരുത്, അത് പ്രമേഹത്തിന് കാരണമാകുമെന്ന് പറയുമ്പോൾ അവർ പറയും അങ്ങനെ ഒരു കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കുയുക്തിവാദികളുടെ ഒരു ബിഷപ്പ്, ഒരു ചന്ദ്രൻ പറഞ്ഞു, പൊറോട്ട മൈദ കൊണ്ടുണ്ടാക്കുന്നു, മൈദ വിഷമാണെന്ന് പറയുന്നവരുണ്ട്. മൈദയാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിഭവങ്ങളെല്ലാം തിരിച്ചു ചേർക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെയൊക്കെ അത് പരിഹരിക്കാൻ പറ്റും. ധാരാളം വെജിറ്റബിൾ കഴിച്ചാൽ മതി. കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ അരിയെയും ഗോതമ്പിനെയും മൈദയാക്കുന്ന ആ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് എതിര് പറയാൻ അവർക്ക് പറ്റില്ല. അതിനു പകരം അതിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു ചേർക്കുന്ന ഏർപ്പാടുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ വെജിറ്റബിൾ കഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കാം, നല്ലതാണെങ്കിൽ ദിവസവും നന്നായിട്ട് കഴിക്കാം എന്നല്ലേ പറയേണ്ടത്. അപ്പം ഇത്തരത്തിലുള്ള കുതന്ത്രക്കാരെ, ചതിയന്മാരെ ജനങ്ങൾ തിരിച്ചറിയാൻ ജാഗ്രത പാലിക്കണം. അപ്പോൾ ഇവിടെ ഇവർക്കാർക്കും ഇക്കാര്യത്തിൽ വേവലാതിയില്ല. സുപ്രീം കോടതിയിലെ ഈ കേസ് എങ്ങനെ വരുമെന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. എന്താണ് വാസ്തവത്തിൽ കീടനാശിനികൾ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കേസ് നൽകിയിട്ടുള്ള മറ്റൊരു അഭിഭാഷകനുണ്ട്, ആകാശ് വശിഷ്ഠ്. ദി യൂസ് ആൻഡ് ഓവർ യൂസ് ഓഫ് pesticides and inorganic chemical substances including insecticides, weedicides, fungicides, rodenticides, herbicides or any other inorganic chemical substances on food crops and food items has emerged as the primary and predominant cause of causing cancers and other fatal ailments in the country. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ക്യാൻസറുകളും മരണകാരണമായ മാരകമായ നിരവധി രോഗങ്ങളും ഭക്ഷ്യസാധനങ്ങളിൽ, ഭക്ഷ്യവിളകളിൽ ഉപയോഗിക്കുന്ന രാസവിഷങ്ങളായ ഇൻസെക്ടിസൈഡ്സ്, പ്രാണികളെ കൊല്ലാൻ, കീടങ്ങളെ കൊല്ലാനുള്ളത്, വീഡിസൈഡ്സ്, വിളകള് അനാവശ്യമായിട്ടുള്ള വിളകളെ കൊല്ലാനായിട്ട്, ഇൻസെക്ടിസൈഡ്സ് കീടങ്ങളെ കൊല്ലാനായിട്ട്, ഫംഗിസൈഡ്സ് കുമിൾനാശിനികൾ, റോഡന്റിസൈഡ്സ് എലിനാശിനികൾ, ഇതെല്ലാം ക്യാൻസറുകൾ, മാരക രോഗങ്ങൾ, മരണകാരണമായ രോഗങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു വേവലാതിയുമില്ല. ഒരാൾക്ക് പക്ഷിപ്പനി വന്നു, മെക്സിക്കോയിൽ ഒരാൾ മരിച്ചു. ഇത്രയും കൊല്ലമുണ്ടാക്കിയ ബഹളങ്ങൾ മുഴുവനും
ഒരാൾ മരിച്ചു. അയാൾ ഇന്ന് ആർക്കും പറഞ്ഞതായി റിപ്പോർട്ടില്ല എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. പക്ഷെ എന്താണ് പടപ്പുറപ്പാട്? 10 പേർക്ക് കപ്പ, എന്താ ഭൂകമ്പം! ഇതുപോലുള്ള കാതലായ പ്രശ്നങ്ങൾ കാണാൻ ആരോഗ്യ വകുപ്പുകൾക്ക് കണ്ണില്ല, മെഡിക്കൽ വിദഗ്ധന്മാർക്ക് ഒരു കുഴപ്പവും ഇല്ല. ആ രോഗങ്ങൾക്കുള്ള കച്ചവട ചികിത്സകളുടെ ചാകര കൊയ്യുകയാണ്. അതുകൊണ്ട് മതിയാവാത്ത ചാകരയാണ് പകർച്ചവ്യാധി പ്രഖ്യാപനങ്ങളിലൂടെ, കപട പ്രഖ്യാപനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അവരുടെ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിക്കുന്ന സൈറ്റാണ് പബ്മെഡ്. അതിൽ വന്ന ഒരു ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സൂയിസൈഡ് ബൈ പെസ്റ്റിസൈഡ് പോയിസണിംഗ് ഇൻ ഇന്ത്യ, എ റിവ്യൂ ഓഫ് പെസ്റ്റിസൈഡ് റെഗുലേഷൻ ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ സൂയിസൈഡ് ട്രെൻഡ്സ്. ഇപ്പോൾ ഇന്ത്യയിലെ ആത്മഹത്യകളെ കുറിച്ച്, അതിൽ കീടനാശിനികൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചുള്ള ലേഖനമാണ്. ടോണി ബോൺവോസിനും ലെത് ഉത്യാസേവയും സുഹൃത്തുക്കളും ചേർന്ന് എഴുതിയിട്ടുള്ളതാണ് ലേഖനം, അവരുടെ പഠനം. അതിൽ പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ നിന്ന് 1995 മുതൽ 2015 വരെയുള്ള രേഖകൾ അവർ ശേഖരിച്ചു. സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്ന പ്രദേശങ്ങളിലെയും 29 സംസ്ഥാനങ്ങളിലെയും രേഖകൾ അതിലുണ്ടായിരുന്നു. 2019 വരെ 318 തരത്തിലുള്ള കീടനാശിനികൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 18 എണ്ണം വളരെ മാരകമായ വിഷസ്വഭാവമുള്ളതാണ് എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളതാണ്. 4,41,918 ആത്മഹത്യകളാണ് ഈ കാലയളവിൽ കീടനാശിനികൾ കഴിച്ച് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഈ 29 സംസ്ഥാനങ്ങളിൽ 11 സംസ്ഥാനങ്ങളിലാണ് 90.3% കീടനാശിനികൾ കഴിച്ചുള്ള ആത്മഹത്യകളും നടന്നിട്ടുള്ളത്. കൃഷി നശിച്ചിട്ട് കൃഷിക്കടിക്കാൻ വെച്ച കീടനാശിനികൾ കർഷകരെടുത്തടിച്ചതാണ് എന്ന് കരുതാൻ ന്യായമുണ്ട്. ലോകത്ത് മൊത്തം നടക്കുന്ന ആത്മഹത്യകളിൽ 14 തുടങ്ങി 20% ആത്മഹത്യകളും കീടനാശിനികൾ ഉപയോഗിച്ചുള്ളതാണ്. 1,68,000 ആത്മഹത്യകളാണ് കീടനാശിനികൾ കഴിച്ച് ഓരോ കൊല്ലവും ലോകത്തുണ്ടാകുന്നത്. ഇനി ഇന്ത്യയിലെ ചില കണക്കുകളിൽ തന്നെ വരാം. 2015-2016 വർഷത്തിൽ 72,499 ഭക്ഷ്യ സാമ്പിളുകൾ ഇന്ത്യയിൽ പരിശോധിച്ചപ്പോൾ അതിൽ 16,133 മായം കണ്ടെത്തുകയുണ്ടായി. 1,450 ക്രിമിനൽ കേസുകളും 8,529 സിവിൽ കേസുകളും അധികാരികൾ ഫയൽ ചെയ്തതിൽ 540 കേസുകളിൽ ശിക്ഷയുമുണ്ടായി. 2016-2017 78,340 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഗുരുതരമായ മായം കണ്ടുപിടിക്കുകയും 13,080 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 1,603 കേസുകളിൽ ശിക്ഷയുണ്ടായി. ഇന്ത്യയിൽ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഗോവ, കേരളം തുടങ്ങിയ ചെറിയ സംസ്ഥാനങ്ങളിൽ 8 സംസ്ഥാനങ്ങളിൽ 2020-21 161 ആളുകളാണ് കീടനാശിനികൾ കൊണ്ടുള്ള വിഷബാധയേറ്റ് മരിച്ചിട്ടുള്ളത്. ആത്മഹത്യ ചെയ്തതല്ല. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒന്നും കണക്കുകൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം. ആരും പറയാറില്ല, അന്വേഷിക്കാറില്ല. ഹാർട്ടിലെ ബ്ലോക്കാണെങ്കിലും സ്ട്രോക്കാണെങ്കിലും കരൾനാശം, വൃക്കനാശം, യഥാർത്ഥ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 തരം കീടനാശിനികൾ, ഇംഗ്ലീഷ് മരുന്നായി മനുഷ്യർക്ക് വിൽക്കുന്ന കീടനാശിനികളും കളനാശിനികൾ, എലിനാശിനികൾ എന്നുള്ള പേരിൽ സസ്യങ്ങളുടെ രോഗത്തിലുള്ള ഇംഗ്ലീഷ് മരുന്നുകളും
മുഖ്യ കാരണങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. നേച്ചർ ലൈഫും ജനാരോഗ്യ പ്രസ്ഥാനവും 2000 ആണ്ട് മുതൽ കീടനാശിനികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 6 മുതൽ 9 വരെ മൗന ഉപവാസം, അത് 20 പേരിൽ തുടങ്ങി 125 പേര് വരെ പങ്കെടുക്കുന്ന രീതിയിൽ, നിരവധി ആളുകൾ സന്ദർശിക്കുന്ന രീതിയിൽ കേരളത്തിലെ പല ജില്ലകളിലും നടന്നു. യശശരീരനായ MA ജോൺ 2 പ്രാവശ്യം കോഴിക്കോട്ടും കണ്ണൂരിലും നടന്നു. ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിൻ്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം. സുജീവിത പാചകം. ഡോക്ടർ MC സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. 9496044503 അതിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. 2 പ്രാവശ്യം കോഴിക്കോട്ടും കണ്ണൂരിലും നടന്ന ഉപവാസത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ പ്രഗത്ഭരായ നിരവധി നേതാക്കൾ ആ ഉപവാസ പരിപാടിയിൽ ഉദ്ഘാടനത്തിനായും സമാപന സന്ദേശത്തിനുമായും വന്നെത്തി. സുകുമാർ അഴീക്കോട് സാറ് 5 സ്ഥലങ്ങളിൽ ഉപവാസ സ്ഥലങ്ങളിൽ വന്നിരുന്നു. സ്വാമി അഗ്നിവേശും മേധാ പട്കറും VM സുധീരനും ഒക്കെ ഈ ഉപവാസ പരിപാടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഒരു പത്രവും, അത് ലോക്കലി ചെറിയൊരു ന്യൂസൊക്കെ ചിലപ്പോൾ ഇട്ടേക്കാം, ഒരു ചാനലും അത് കവർ ചെയ്തിട്ടില്ല. എന്നു മാത്രമല്ല, കീടനാശിനി കമ്പനികളുടെ പലതരത്തിലുള്ള എതിർപ്പുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനെ മൂടിവെപ്പിക്കാൻ അവരുടെ ശ്രമങ്ങളായിരുന്നു. കീടനാശിനികളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച അനുപമ IAS എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് കടലാസ് കൂട്ടി ചെവിക്ക് പിടിച്ച് സർക്കാർ അവരെ വലിച്ചെറിഞ്ഞു. ഈ വർഷവും ഓഗസ്റ്റ് 6 തുടങ്ങി 9 വരെയും ഒക്ടോബർ 2 തുടങ്ങി 10 വരെയും കീടനാശിനികൾക്കെതിരായ ഉപവാസ സത്യാഗ്രഹം നാം നടത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയാം. നിങ്ങളും വരണം. ഒരു ദിവസം മുതൽ നീണ്ടു നിൽക്കുന്ന ഉപവാസം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 2 ദിവസം, 5 ദിവസം, 8 ദിവസം വരെയൊക്കെ ആവാം. അത് നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. നിങ്ങളുടെ ആത്മീയമായ തപസ് സാമൂഹ്യ മാറ്റത്തിനു കൂടെ ഉപകരിക്കട്ടെ. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ നേച്ചർ ലൈഫിൻ്റെ 9496044503 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും നമ്പറും ഒരു വാട്സപ്പ് അയക്കാം. ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. ഭക്ഷ്യസാധനങ്ങളിലെ കീടനാശിനികൾക്കെതിരായ സുപ്രീം കോടതിയുടെ നീക്കം എങ്ങനെയാകും, എവിടെ എത്തും എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിയുന്നത്ര ജാഗ്രത പാലിക്കുക. ഏറ്റവും കൂടുതൽ കീടനാശിനികളുടെ വിഷങ്ങളുടെ സാന്നിധ്യം ഇറച്ചിമൃഗങ്ങളിൽ, ഇറച്ചിയിൽ, മുട്ടയിൽ, പാലിൽ, മീനിൽ. പെരിയാറിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. ബാക്കിയുള്ള 6 മത്സ്യങ്ങൾ ചത്തു പൊങ്ങുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വയറ്റിലായിരിക്കും. കീടനാശിനികൾ കൂടിയാൽ സസ്യങ്ങൾ കരിഞ്ഞു പോകും. അങ്ങനെ സസ്യങ്ങൾ കരിഞ്ഞു പോകുന്നത് കാണുന്നില്ല. പഴങ്ങളിലും പച്ചക്കറികളിലും ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് അതിലെത്തുന്ന വിഷങ്ങളെ നിർവീര്യമാക്കാനുള്ള ഒരു കഴിവ് പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുണ്ട് ഫ്രഷായിരിക്കുമ്പോൾ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ മൃഗങ്ങളിലോ കോഴിയിലോ മത്സ്യങ്ങൾക്കുള്ളിലോ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ടും കുടലിൽ നിന്ന് അടിച്ചു കളയാൻ സാധിക്കും. ആ ഫൈബർ കണ്ടന്റുകളും നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സാധനങ്ങളിലില്ല.
അതിഭീകരമായ കീടനാശിനി പ്രയോഗങ്ങളാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സാധനങ്ങളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കുകയും നമുക്ക് കഴിയാവുന്നത്ര ഉൽപാദനം, നിങ്ങൾ ഏത് ഭക്ഷണമാണോ കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ഭക്ഷണത്തിൽ നല്ലൊരു പങ്ക് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതിന് പ്രാധാന്യം നൽകണം, പരമമായ പ്രാധാന്യം നൽകണം. ഓരോ വീടിൻ്റെയും ബാൽക്കണിയിൽ, ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ വരെ ചെറിയ പാത്രങ്ങളിൽ തക്കാളിച്ചെടിയും ചീരച്ചെടികളും തൂങ്ങിക്കിടന്ന അലങ്കാരമാവട്ടെ. മരവണ്ടൻ, ഓർക്കിഡും ആന്തൂറിയവും തൂങ്ങുന്നതിന് പകരം ഭക്ഷ്യയോഗ്യമായ ചെടികളാവട്ടെ അലങ്കാരം. നിങ്ങളുടെ പൂന്തോട്ടം തക്കാളിത്തോട്ടമായി, വെണ്ടയ്ക്കാത്തോട്ടമായി, കോവയ്ക്കയും പാഷൻ ഫ്രൂട്ടും ആ ഒരു ശൈലിയിലേക്ക്, ആ ഒരു കൾച്ചറിലേക്ക് നിങ്ങൾ മാറണം. കഴിയുന്നത്ര സ്വയം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വിശ്രമ സമയങ്ങളെങ്കിലും ഉപയോഗിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, കീടനാശിനികളില്ല എന്നുള്ള ഉറപ്പ് നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ തിരയണം. സീസണലായി, ലോക്കലായിട്ടുണ്ടാകുന്നത്, നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക, അവരുമായി സൗഹൃദം സ്ഥാപിക്കുക. നിങ്ങൾക്ക് ഫാമിലി ഫാർമർ ഉണ്ടാകും, ഫാമിലി ഡോക്ടർ ഉണ്ടാകും, ഫാമിലി ഡോബി ഉണ്ടാകും, ഫാമിലി ഇലക്ട്രീഷ്യൻ ഉണ്ടാകും. എന്തുകൊണ്ട് ഫാമിലി ഫാർമർ ഉണ്ടായിക്കൂടാ? സൗഹൃദം സ്ഥാപിക്ക്. ഫാമിലി ഡോക്ടറേക്കാൾ ഫാമിലി ഫാർമറാണ് വേണ്ടത്. ഫാമിലി ഫാർമർ ഉണ്ടെങ്കിൽ അല്പം കൂടിയ തുക കൊടുത്ത്, സൗഹാർദ്ദം കൂടെ കൊടുത്ത്, ആ കർഷകനോട് കീടനാശിനി ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി ഡോക്ടർ ആവശ്യമായി വരില്ല. അയാളുണ്ടാക്കുന്ന വിഭവങ്ങൾ പരമാവധി ഒന്നിച്ചു വാങ്ങുക, നിങ്ങളുടെ അയൽക്കാരുമായും ബന്ധുക്കളുമായും പങ്കുവയ്ക്കുക. കൃഷിനാശം സംഭവിച്ച് കർഷകൻ കുത്തിയിരുന്ന് കരയുമ്പോൾ കയറെടുക്കണമോ എന്നാലോചിക്കുമ്പോൾ, സഹോദര, നീ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ കൃഷി ഇറക്കിയത്? വെള്ളപ്പൊക്കം കാരണം, പെരുമഴ കാരണം, ചൂട് കാരണം കരിഞ്ഞു പോയല്ലോ. ഞങ്ങളും നഷ്ടം സഹിക്കാം. നീ ഒറ്റയ്ക്കല്ല, കർഷക, ഞങ്ങൾ കൂടെയുണ്ട്. നീ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ചേറിൽ പണിയെടുക്കുന്നത്? അവനെ പിന്താങ്ങണം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫാമിലി ഫാർമർ ഉണ്ടാകുകയും നഗരങ്ങളിലെ റെസിഡൻസ് അസോസിയേഷൻ പോലും ഗ്രാമങ്ങളിലെ കർഷകരുമായി ബന്ധം പുലർത്തുകയും സാമൂഹ്യ അന്തസ്സായി ജീവിക്കാൻ നിങ്ങൾക്കുള്ള വേതനത്തിൻ്റെ വിഹിതവും അന്തസ്സായി തന്നെ കൊടുത്ത്, നിങ്ങളുടെ കാർ ആഴ്ചയിലൊന്ന് അങ്ങോട്ട് ഓടിയാൽ മതി, നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലേക്ക് ആവശ്യമുള്ളത് കൊണ്ടുവരാം. ആ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കണം. രാസവിമുക്തമായ ഭക്ഷണങ്ങൾക്ക് വേണ്ടി നാം മുന്നിട്ടിറങ്ങണം. മൂന്നാമത്തേത്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ലക്ഷങ്ങൾ മാസം നൽകി നമ്മൾ നമ്മുടെ പ്രതിനിധികളെ ഇരുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ, MLA-മാർ, ഇന്ന് തന്നെ അവരെ വിളിച്ചു പറയണം. യജമാനന്മാരായ വോട്ടർമാർ, പൗരന്മാർ, നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ പ്രതിനിധികളോട് നമ്മൾ പറയണം, അടുത്ത ദിവസം നിയമസഭ കൂടുമ്പോൾ കീടനാശിനികൾ നിരോധിക്കണമെന്ന് ഞങ്ങളുടെ ജനങ്ങൾ, ഞങ്ങളുടെ വോട്ടർമാർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് നിയമസഭയിൽ ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ആവശ്യം പാലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കീടനാശിനികൾ നിരോധിക്കണം. ഒറ്റ ദിവസം കൊണ്ട് നിരോധിക്കണ്ട, അതിനുള്ള നടപടിക്രമങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് കൊണ്ടുവരണം. അപ്പോൾ കീടനാശിനി കമ്പനികളുടെ ഏജന്റുമാർ പറയും, ശ്രീലങ്ക കീടനാശിനികൾ നിർത്തലാക്കി ജൈവ കൃഷി, പ്രകൃതി കൃഷി തുടങ്ങിയത് കൊണ്ടാണ് മുടിഞ്ഞത്. ശ്രീലങ്ക കീടനാശിനികൾ ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല, ടോയ്ലറ്റ് പേപ്പർ ഇറക്കുമതി ചെയ്യുന്നത്, കൊക്കരക്കോള ഇറക്കുമതി ചെയ്യുന്നത് ഒക്കെ നിർത്തി, കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ടാണ്.
അതുകൊണ്ട് കീടനാശിനികൾ ശ്രീലങ്ക ഇറക്കുമതി ചെയ്തത് നിർത്തിയത് പ്രകൃതി കൃഷിയോടുള്ള അഭിനിവേശം കൊണ്ടായിരുന്നില്ല. ഈ കള്ളക്കൂട്ടത്തിന് വിഷമൊഴുക്കാൻ കൊടുക്കേണ്ടിയിരുന്ന ഡോളറുകൾ കൊടുക്കാനില്ലാതെ രാജ്യം പാപ്പരായതുകൊണ്ടാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വഷളന്മാർ പ്രകൃതി കൃഷി ചെയ്തത് കൊണ്ടാണ് ശ്രീലങ്ക തകർന്നു പോയത് എന്ന് പറയുന്നത്. കൊണ്ട് അത്തരം തട്ടിപ്പുകളിൽ നിങ്ങൾ വീഴരുത്. പടിപടിയായി കീടനാശിനികളുടെ ഉപയോഗം കുറച്ചും അതിനുള്ള പ്ലാൻ തയ്യാറാക്കണം നിയമസഭ. അവർ വേറെ വലിയ കാര്യമൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് നമ്മുടെ ജീവിതത്തിന്, ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതാണ്. ലോക്ക്ഡൗണും സാനിറ്റൈസറും മാസ്കും ഒക്കെ അടിച്ച് നമ്മിൽ ഏൽപ്പിച്ചില്ലേ? അതിനേക്കാളുമൊക്കെ എത്രയോ ഭീകരമായ യഥാർത്ഥമായ പ്രശ്നമാണ് കീടനാശിനികൾ. അതുകൊണ്ട് ഭരണാധികാരികളെ, ജനപ്രതിനിധികളെ ജനങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം, ജനപ്രതിനിധികളുടെ ആധിപത്യമല്ല. ജനപ്രതിനിധികൾ എന്ന പേരിൽ വേഷം മാറി വന്നിട്ടുള്ള പാർട്ടി പ്രതിനിധികളുടെ ആധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. പാർട്ടി തീരുമാനിച്ചാലേ ഞങ്ങളത് പറയുള്ളൂ. എന്നാൽ പിന്നെ പാർട്ടി ഓഫീസിൽ പോയിരുന്നാൽ മതി. നിങ്ങൾ ജനപ്രതിനിധികളാണെങ്കിൽ ജനങ്ങൾ പറയുന്നത് കേൾക്കണം, ജനങ്ങളെ അനുസരിക്കണം. ആ രീതിയിലുള്ള ഒരു ജനാധിപത്യ മുന്നേറ്റം കൂടെ കീടനാശിനിക്കെതിരായ നീക്കങ്ങളിൽ, മദ്യത്തിനെതിരായ നീക്കങ്ങളിൽ ജനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ, അതേപോലെ ഇതുപോലുള്ള കേസുകളിൽ കക്ഷി ചേരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കക്ഷി ചേരണം. അല്ലാതെ ചാരുകസരയിൽ മഴന്ന് കിടന്ന് യൂട്യൂബ് കണ്ട് വികാരം കൊണ്ട് നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല. വഴിയെ കാണുമ്പോൾ എൻ്റെ സാറേ, നമ്മുടെ നാട്ടിൽ കീടനാശിനി എങ്ങനെ പച്ചക്കറി വാങ്ങും, പഴം വാങ്ങും സാറേ എന്ന് ചോദിച്ച് എൻ്റെ തോളിൽ വന്ന് ഇടിക്കുകയാണ് മനുഷ്യർ. തോള് വേദന എടുത്തിട്ട് ചില ദിവസം അനങ്ങാൻ വയ്യ. എന്നെ ഇടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ ക്ലാസ്സിലൊക്കെ വന്നിട്ട് കീടനാശിനിയല്ലേ. മണ്ണുത്തി കാർഷിക ഗവേഷണ സ്ഥാപനത്തിലെ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർമാരും ഭാര്യമാരും കൂടി മണ്ണുത്തിയിലെ ഒരു ഹോട്ടലിൽ ഒരു ക്ലാസ്സിന് എന്നെ വിളിച്ചു. അതിലൊരു സ്ത്രീ ചോദിച്ചു, കീടനാശിനികൾ പഴങ്ങളിലും പച്ചക്കറിയിലൊക്കെ എത്രയാ കീടനാശിനികൾ, അതുകൊണ്ടുള്ള രോഗങ്ങൾ എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, നിങ്ങളിത് കഴിച്ച് നശിക്കണം, നിങ്ങളിത് കഴിച്ച് മരിക്കണം. കാരണം ഈ നാശം ഈ നാട്ടിൽ അടിച്ചേൽപ്പിച്ചത് കാർഷിക യൂണിവേഴ്സിറ്റികളിലെ, കാർഷിക കോളേജുകളിലെ നിങ്ങൾ പ്രൊഫസർമാരാണ്. അതോടെ കീടനാശിനികൾ വന്നതുകൊണ്ടാണ് വിളവ് കൂടിയത്, അങ്ങനെ രാജ്യം രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് ചില ഉണക്ക പ്രൊഫസർമാർ തുടങ്ങി. അവരെ നല്ല ചീത്തയും പറഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് ഇങ്ങോട്ട് പോന്നു. അവർ തന്നെയാണ് ചോദിച്ചത്. ഇപ്പോൾ എളുപ്പവഴിയില്ല. ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരൻ്റെ ചുമതല, പൗരധർമ്മം നിർവഹിക്കാൻ നിങ്ങളും ഞാനും തയ്യാറായാൽ ഇതിൽ മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കഴിയുന്നത്ര ഷെയർ ചെയ്യുക. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.